ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു, ഫെബ്രുവരി 14. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് നമ്മളൊരു 1 ഡേ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഇതായതുകൊണ്ട് പോകുന്നതെന്നല്ല, നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ഫെബ്രുവരി 14 ആയിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു 1 ഡേ ട്രിപ്പ് പോകണം. സിദ്ധൂരനും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ ആയി. രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ ഓട്ടോയിലാണ് പോയത്. നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള അറക്കു എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. കുറേ പേര് പറഞ്ഞു നല്ല സ്ഥലമാണ്, 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പോവാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും പോകാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോയത്. തലേ ദിവസം പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണ്. കാരണം കുറേ നാളായിട്ട് പോകാമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നു, പക്ഷേ നടക്കുന്നേ ഇല്ല. എന്തെങ്കിലും പ്രശ്നം വരും, ഒന്നിൽ എനിക്ക് വയ്യാതാവും അല്ലെങ്കിൽ സിദ്ധുവിന് വയ്യാതാവും. അപ്പോൾ അവിടെ കുറച്ച് കോൾഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് വയ്യാതാവുമ്പോൾ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെച്ചു എല്ലാവർക്കും ഓക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്ത് പോവാം. ടിക്കറ്റ് ഒന്നും എടുത്തില്ല, കാരണം തിരക്കൊന്നുമില്ല. ഒരു 4 മണിക്കൂറത്തെ ട്രാവലേ ഉള്ളൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്നേരം എടുത്തിട്ട് കയറി പോവാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾക്കും അറക്കുവിലേക്ക് സ്വാഗതം. നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്തത്. മറ്റേ എന്താ പറയുക, തുരങ്കം എന്ന് പറയില്ലേ, അതിനകത്തൂടെ കുറേ തവണ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല പുറത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കാണാൻ പറ്റും അങ്ങനെ സാധനം രാവിലെ ഒരു 6:40 ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി.
ലഞ്ച് മാത്രം അവിടെ നിന്ന് കഴിച്ചിട്ട് ഒരു സന്ധ്യയോട് കൂടി തിരിച്ച് വരാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ 3-4 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ലെങ്ത് കൂടിപ്പോവും. നമ്മൾ ഫസ്റ്റ് പോയത് ബൊറാക്കേവിലാണ്. നല്ല രസമായിരുന്നു അവിടെ. എനിക്ക് ആ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഫിലിമില്ലേ, അതേപോലത്തെ ഒരു കേവാണ്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ആ ഫിലിമാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും അങ്ങോട്ടാണ് ഫസ്റ്റ് പോയത്. എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഭയങ്കര റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ സാധനങ്ങൾ, ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ബാമ്പു വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ബാമ്പു ബിരിയാണി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് വിളിച്ചിട്ട് ഇവിടുത്തെ പ്ലേസിനെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ബാമ്പു ബിരിയാണിയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേ വിചാരിച്ചു അതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്ഥലത്ത് അത് കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫുഡുണ്ട്, പക്ഷേ അതാണ് അവിടുത്തെ മെയിനായിട്ട് നമ്മൾ കണ്ടത്. ബൊറാക്കേവിലോട്ട് കയറുന്ന വഴിയിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോയെന്നറിയില്ല, വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആ സംഭവം ഉണ്ടായത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്ലിപ്പാവോ, റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ കേവിനകത്ത് കയറുമ്പോൾ എനിക്ക് കുറച്ച് റിസ്ക്കായിട്ട് തോന്നി. കാരണം ഒരു ഡേഞ്ചർ ഏരിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇഷ്ടംമാതിരി ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് പോവേണ്ടതെന്നും കൂടെ ആലോചിച്ച് പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. പ്ലേസ് നന്നായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ എനിക്ക് ഇറങ്ങിയപ്പോഴും അതിനകത്തോട്ട് കയറിയപ്പോഴും തിരിച്ചിറങ്ങുന്നവരെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല സ്ഥലമാണ്. കണ്ടാ സുധു? അതിന് മെയിൻ ഓപ്പണാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വെള്ളം വന്നിട്ടാണ് ഒഴിച്ചു പോയത്. Hey, double this too. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, നല്ല സൗണ്ട്. Thank you. നമ്മളുണ്ട് പോ.
തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് എല്ലായിടത്തും പോയത്. അപ്പോൾ ഓട്ടോയ്ക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്തതാണ്. ഭയങ്കര ചാർജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു ഓട്ടോ കിട്ടി, എന്നിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ബാംബു ബിരിയാണി ആയിരുന്നു നമ്മൾ കഴിച്ചത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ബാംബു ബിരിയാണി ഉണ്ടെന്ന്, പക്ഷേ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ നോക്കി. അതിൻ്റെ കറിയൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ ആയിരുന്നു സത്യത്തിൽ. ചിക്കനൊന്നും അതിൽ നേരെ മണ്ണും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 പീസ് കുഞ്ഞു കുഞ്ഞു പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളതും കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.